സ്വാമി, മറ്റു രാജ്യങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വാമിയെ കൊണ്ടു നടക്കുന്നതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പല സാഹചര്യങ്ങളോടൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതെങ്ങനെ, അതിൻ്റെ വിധി എന്താണ്? ഒരു കുഴപ്പമില്ല, ആർക്കും സ്വാമിനെ കൊണ്ടു നടക്കാം. ഇന്ന രാജ്യത്തോ ഇവിടെ നടക്കുന്നവരോ ആർക്കും സ്വാമിനെ കൊണ്ടു നടക്കാം. യഥാശക്തി സ്വാമിയുടെ വഴിപാടും കാര്യങ്ങളും ചെയ്ത് സ്വാമീനെ ഉപാസന രീതിയിൽ കൊണ്ടു നടക്കുന്ന ആർക്കും കൊണ്ടു നടക്കാം. അതിനൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്തതാണ്. പക്ഷേ സ്വാമിയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇന്നത് മാതിരി കൊണ്ടു നടക്കുക, ഇന്ന മാതിരി ചെയ്യുക, ഇതേമാതിരി ജപവും കാര്യങ്ങളും, ഇന്നതാണ് കാര്യങ്ങൾ, ഇതേമാതിരി ചെയ്യുക. അത് ചെയ്യാൻ കഴിയുന്ന ആർക്കും സ്വാമിനെ കൊണ്ടു നടക്കുക. ആ സ്വാമിയുടെ ശക്തി എന്തായാലും സ്വാമി അടുത്ത് വരും. എല്ലാവർക്കുള്ള സംശയം എവിടെ കിടന്നാലും എങ്ങനെ കൊണ്ടു നടക്കും? അതൊന്നുമല്ലത്. നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥനയും അതിൻ്റെ ജപവും കാര്യങ്ങളും കൃത്യമായിട്ട്, നമ്മൾ ചെയ്യുന്ന മന്ത്രത്തിനൊരു ശക്തിയുണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ശക്തിയുണ്ട്. ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റമുണ്ട്. പലരും ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രം ഉണ്ടാവും, ആ കർമ്മത്തിന് ബലം ഉണ്ടാവില്ല. ഒരു കർമ്മം ചെയ്യുമ്പോൾ കർമ്മവും മന്ത്രവും തമ്മിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരു കാന്തവും തകിടും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടും കൂടി ഒട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു മാറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ അതേ പറ്റുള്ളൂ. ഒരു ഇരുമ്പിൻ്റെ കഷ്ണവും പിന്നെ ഒരു കാന്ത കൂടി വെക്കണ മാതിരിയാണ് നമ്മൾ കർമ്മവും നമ്മൾ മന്ത്രവും തമ്മിലുള്ള വ്യത്യാസം. അത് കൃത്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലയിടത്തും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രം കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാന്തത്തിൻ്റെ ശക്തി അവിടെ ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കൊടുത്ത്, അതുകൊണ്ട് അവർക്ക് വലിയ മാറ്റവും കാര്യങ്ങളും ഒന്നുമില്ലത്. ഇത് രണ്ടും കൂടി ചേർന്നിരിക്കുന്ന സമയത്താണ് അതിൻ്റെ വ്യത്യാസം വന്നത്. നമ്മൾ രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. ആ സ്വാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാമിയുടെ ശക്തി ഒരു അംശം നമ്മൾ ആ ജപത്തിലൂടെ കൊടുക്കുകയാണ്. ബാക്കി അവിടെ സ്വാമി കൊടുത്തോളൂ. ആ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും. വിഷ്ണുമായ ഓം ഹ്രീം നമഃ.